ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് നോക്കൂ. ബൾബിന് താഴെയുള്ള സ്വിച്ച് ഓണാക്കുമ്പോൾ കറണ്ടിന് 2 പാത ലഭ്യമാകുന്നു. ഒന്ന് ബൾബുള്ള പാത. ഇതിൽ ഫിലമെന്റിന്റെ പ്രതിരോധമുണ്ട്. 2 ബൾബിന് സമാന്തരമായി പ്രതിരോധം വളരെ കുറഞ്ഞതോ ഇല്ലാത്തതോ ആയ എസ് എന്ന പാത. സ്വിച്ച് ഇട്ടപ്പോൾ വൈദ്യുതി പ്രതിരോധമുള്ള ബൾബ് വഴി പോകാതെ പ്രതിരോധമില്ലാത്ത പാതയായ സ്വിച്ച് വഴി പോകുന്നു. ഇതുമൂലം കറണ്ട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. വയറുകൾ ചുട്ടുപഴുക്കുന്നു. ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. ഇത് നോക്കൂ. ഇവിടെ മെയിൻ സർക്യൂട്ടിലെ 2 കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴും പ്രതിരോധമില്ലാത്ത പാത ഉണ്ടായതിനാൽ കറണ്ട് ക്രമാതീതമായി വർദ്ധിച്ചതാണ് സ്പാർക്ക് ഉണ്ടാകാൻ കാരണം. വീടുകളിലും മറ്റും ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിലുമധികം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാലും സർക്യൂട്ടിൽ കറണ്ട് ക്രമാതീതമായി വർദ്ധിക്കും. ഇതാണ് ഓവർലോഡിംഗ്. ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും മൂലം സർക്യൂട്ടിൽ തീപിടുത്തവും മറ്റുമുണ്ടാകും. ഇതിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഫ്യൂസ് വയറിന് താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്. ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെല്ലാം ഫ്യൂസ് വയറിൽ ചെറിയ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുന്നു. എന്നാൽ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ മൂലം ക്രമത്തിലധികം കറണ്ട് സർക്യൂട്ടിലൂടെ ഒഴുകുമ്പോൾ ഫ്യൂസ് വയറിലെ താപം അത്യധികമായി ഉയരുകയും വയർ ഉരുകി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ആംബിയറേജ് അനുസരിച്ച് വൈദ്യുത പ്രവാഹ തീവ്രതയും വ്യത്യാസപ്പെട്ടിരിക്കും. അതിനാൽ അനുയോജ്യമായ ആംബിയറേജുള്ള ഫ്യൂസ് വയർ തന്നെ തിരഞ്ഞെടുക്കണം.